രക്ഷിക്കാൻ എന്നെ ഭരണഘടനയ്ക്ക് കഴിഞ്ഞു. 2022 ഉയർന്ന ജാതിക്കാരെ കുട്ടികൾ കുടിക്കുന്ന കലത്തിൽ നിന്നും കുടിവെള്ളം എടുത്ത് കുടിച്ചതിന് സ്വന്തം ക്ലാസ് ടീച്ചർ തല്ലിക്കൊല്ല 9 വയസ്സുകാരി ഇന്ദിരാബേക്കുമാറിനെ, പ്രണോയ് കുമാറിനെ, ആ ക്ലാസ്സിലെ പെൺകുട്ടിയെ ഒരു ദിവസത്തെ ജോലിക്ക് 3 രൂപ ശമ്പളം കൂട്ടി ചോദിച്ചതിന് കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്ന വീട്ടിൽ നോക്കിയ പിതാവിന്റെ 14-12 വയസ്സുള്ള സഹോദരിമാരെ, പശുക്കുത്തിയെ പഴമൊന്നും തന്നെ മോഷ്ടിച്ചതിന് കേരളത്തിൽ തള്ളിക്കൊല്ലപ്പെട്ട മധുവിന് ഇങ്ങനെ ഭരണഘടനയുടെ മറവിൽ തടയാൻ കഴിയാതെ പൊലിഞ്ഞുപോയ ഒരുപാട് പാവങ്ങളുണ്ട് സാഹിബ്. ശരിയാണ്, വേദനയോടെങ്കിലും അതെല്ലാം മനസ്സിലാക്കുന്നു. പക്ഷേ നെറുകേട് കാത്ത് നമുക്ക് മുന്നിൽ മരിച്ചല്ല ജീവിച്ച് കാട്ടാനുള്ള കരുത്ത് ഭരണഘടന ഭാവനം ചെയ്യുന്നത്. ആദ്യങ്ങളിൽ ജീവിതം അവസാനിപ്പിച്ചാൽ തോൽക്കുന്നത് നിങ്ങളുടെ പ്രായം മാത്രമല്ല, ഒരാഴ്ചക്കാലം മുഴുവൻ ഞാൻ പൊരുതി ഉണ്ടാക്കിയ മഹത്തായ ഭരണഘടന കൂടിയാണ്. എനിക്ക് നോവുന്നു, എനിക്ക് പൊള്ളുന്നു സാഹിബ്. അമ്മയ്ക്ക് ഞാനേ ഉള്ളൂ. എന്റെ പേരിന് മുന്നിൽ ഡോക്ടറിന് ചേർക്കപ്പെടണമെന്നുള്ളത് ഡ്രൈനേജിലെ മാലിന്യം വൃത്തിയാക്കാൻ പോയി എന്നെ പഠിപ്പിച്ച എന്റെ അമ്മയുടെ ആഗ്രഹമാണ്. ഒരുകൊണ്ട് നട്ടലിലൊട്ട് വിധം പട്ടിണി കിടന്ന് എന്നെ പഠിപ്പിച്ച എന്റെ അമ്മയോട് ഞാൻ എന്ത് പറയും? എന്റെ ജന്മവും വംശവും എന്നെ വേറെയാണ് വേട്ടയാടുകയാണല്ലോ. നിന്റെ അമ്മയെ ഓർത്ത് നീ ദുഃഖിക്കരുത്. ഒരുതരം നിനക്ക് ഞാൻ ഇതിനേക്കാൾ വന്ന ഒരമ്മയുടെയും കുഞ്ഞിന്റെയും ചരിത്രം തരാം. നീ വലിയ കലാകാരിയല്ല, നാടകക്കാരിയല്ല, ഡിഗ്രി MA കാലത്ത് ക്യാമ്പസ് തിയേറ്ററുകളെ വിറപ്പിച്ച പ്രതിഭയല്ല. വംശവ്യത്യാസം കൊണ്ട് ചരിത്രത്തിന്റെ ചലം വീണ് നൽകിയ ചവറിപ്പിയിലേക്ക് ഒട്ടിക്കളയപ്പെട്ട് ഒരമ്മയുടെയും മകന്റെയും കഥ ഞാൻ തരാം. അർഹതയുണ്ടായിട്ടും വിജയത്തിന്റെ അടുത്തൊന്നും എത്തരുതെന്ന ഉറപ്പിൽ കരുതിക്കൂട്ടി കഥ വരച്ച് കുളമൊടുപ്പിച്ചൊടുക്കിയ നിന്റെ മുൻഗാമികളിൽ തന്നെയും അവനപ്പെട്ട പെൺവരുത്തിയുടെയും കഥ ഞാൻ തരാം.